വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 17. വിശുദ്ധ ലൂക്കോസ് 17 അധ്യായം 1 മുതൽ 10 വരെ. അനന്തരം യേശു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇടർച്ചകൾ വരാതിരിക്കുവാൻ നിവൃത്തിയില്ല. എന്നാൽ ആര് മൂലം അവ വരുന്നുവോ അവന് കഷ്ടം. ആരെങ്കിലും ഈ ചെറിയവരിലൊരുവിനെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവന് നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ലെ കെട്ടി തൂക്കി സമുദ്രത്തിൽ എറിയപ്പെടുന്നതാകുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കുക. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനെ ശാസിക്കുക. അനുദപിക്കുന്നുവെങ്കിൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നോട് കുറ്റം ചെയ്തിട്ട് 7 പ്രാവശ്യവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ അനുദപിക്കുന്നുവെന്ന് അവൻ പറഞ്ഞാൽ നീ അവനോട് ക്ഷമിക്കുക. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. കർത്താവ് അവരോട് അരുളി ചെയ്തു: കടുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അത്തിവൃക്ഷത്തോട് നീ വേരോടെ പറഞ്ഞ് സമുദ്രത്തിൽ വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുകളെ മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഉടനെ ചെന്ന് വർഷത്തിനിരിക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? മറിച്ച് എനിക്ക് അത്താഴം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്ത് കഴിയുന്നതുവരെ അരമുറുക്കി എന്നെ ശുശ്രൂഷിക്കുക, പിന്നീട് നിനക്കും ഭക്ഷണം കഴിക്കാം എന്നല്ലേ നിങ്ങൾ പറയുക? നിർദ്ദേശമനുസരിച്ച് ആ ദാസനോട് നന്ദി പറയുമോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അതിനാൽ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് നിങ്ങളും പറയുന്നത് അതിനോട് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഇരിക്കാം. വലിയ നോമ്പിലെ 4-ാം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. നോമ്പിന്റെ പകുതി കഴിഞ്ഞ് കർത്താവിന്റെ കഷ്ടാനുഭവാരത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഒരുങ്ങുന്ന സമയം. ഇന്ന് വായിച്ചതായ തിരുവചനങ്ങൾ നമ്മുടെ ആത്മീയ നിലവാരം അളക്കുവാനും നമ്മുടെ പിതാക്കന്മാർ എത്തിച്ചേർന്ന ആധ്യാത്മികതയിൽ നമ്മൾ എത്തിയോ എന്ന് പരിശോധിക്കുവാനും ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ലൂക്കോസ് 17-ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ഇടർച്ചകൾ വരാതിരിക്കാൻ നിവൃത്തിയില്ല, എങ്കിലും ആര് മൂലമോ വരുന്നുവോ കഷ്ടമെന്ന് പറയുന്നു. ഇടർച്ച എന്ന് പറയുന്നത് എന്നതാണ്? ഇടർച്ചകൾ വരാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഇടർച്ച എന്നുള്ള വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷമുള്ള കർത്താവിന്റെ പ്രസംഗത്തിന് ശേഷം ചിലർ ഇടറിപ്പോയി എന്നാണ് അവിടെ എഴുതിയത്. അതേത് വാക്കാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇടർച്ച വരാതിരിക്കാൻ നിവൃത്തിയില്ല, പക്ഷെ വരുത്തുന്നോ കയ്യോ കഷ്ടോ എന്ന് പറയുന്നു. ദൈവാത്മാവിൽ ജനിച്ചു വളർന്ന് പ്രസംഗിച്ച കർത്താവിന്റെ വചനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാവർക്കും മനസ്സിലായില്ല, എല്ലാവരും അംഗീകരിച്ചുമില്ല. കർത്താവിന്റെ ഒരു നല്ല പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ചില ഇടറിപ്പോയതെന്നാണ് പറയുന്നത്. ആ വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടർച്ച എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഇടർച്ചയുണ്ടായ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കർത്താവ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ളതായ തന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അറുപതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 60-ാം വാക്യം മുതലുള്ളിടത്തിന് അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനമായ ഉപദേശമാകുന്നു, ഇത് സ്വീകരിക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെക്കുറിച്ച് പിറുപിറുക്കുന്നു എന്ന് യേശു സ്വയം മനസ്സിലാക്കി അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? ഇടർച്ച എന്നുള്ള വാക്ക് അവിടെ വരുന്നു. ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പ് ആയിരുന്നിടത്തേക്ക് കയറിപ്പോകുന്നു നിങ്ങൾ കാണുന്നുവെങ്കിലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു.
വിശ്വസിക്കാത്തവർ ആരെന്ന്, തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരെന്ന് യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പിതാവ് കൃപ കാണിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ 66-ാം വാക്യം, അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിന്തിരിഞ്ഞുപോയി, പിന്നെ അവനോട് സഞ്ചരിച്ചില്ല. അപ്പോൾ ഇടർച്ച എന്ന് പറയുന്ന കാര്യം എന്താണ്? പറയുന്നത് മനസ്സിലാകാതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പിണങ്ങി പിരിഞ്ഞ് അകന്നു പോവുക എന്നാണ്. ഇത് കർത്താവിൻ്റെ കാലത്ത് സംഭവിച്ചു, പൗലോസ്ലീഹായുടെ കാലത്ത് സംഭവിച്ചു, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും എല്ലാ ശിഷ്യന്മാരുടെയും കാലത്ത്, എല്ലാ തലമുറകളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെവിടെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിവിടെയും ആവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ് എന്നാണ്. അപ്പൊ കർത്താവിനെ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പ്രസംഗിച്ച ഒരാൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടോ? ആ കർത്താവ് പറഞ്ഞതാണ് ചിലർക്ക് മനസ്സിലാകാതെ പോയത്. അപ്പം നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് പരിവഹിക്കേണ്ട കാര്യമുണ്ടോ? എന്താ നമ്മുടെ പരുവം? ഭാര്യയുടെ പരുവം തന്നെ അച്ചാൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അച്ചാൻ്റെ പരുവം തന്നെ ഭാര്യ മനസ്സിലാക്കുന്നില്ല, അപ്പൻ്റെ അമ്മയുടെയും പരുവം തന്നെ മക്കൾ മനസ്സിലാക്കുന്നില്ല, മക്കളുടെ പരുവം തന്നെ അപ്പനും അമ്മയും മനസ്സിലാക്കുന്നില്ല. അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ അച്ഛന് ജനങ്ങളെയോ ജനങ്ങൾക്ക് അച്ഛനെയോ മനസ്സിലാകുന്നില്ല. ഇതായ പ്രശ്നം തുടരുക. അപ്പോൾ ഇതിൻ്റെ ഈ ഇടർച്ചയുടെ മധ്യത്തിൽ നമ്മൾ കൊള്ളാവുന്നവരാകുന്നുണ്ടോ? അതിനെ ഇടർച്ചകളുടെ മധ്യത്തിൽ കർത്താവ് മനുഷ്യാദിയുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് നിവൃത്തിയായെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. കർത്താവ് ഒരു പരിപാടി മുടക്കിയില്ല. തൻ്റെ എല്ലാ കാര്യവും പൂർത്തീകരിച്ച് വേല തികച്ചിട്ട് തനിക്ക് കിട്ടിയ എല്ലാ അനുഭവങ്ങളും ഉയർപ്പിൻ്റെയും സ്വർഗ്ഗാരോഹണത്തിൻ്റെ അനുഭവമാക്കി ഇപ്പോഴും നമുക്ക് വേണ്ടി ശത്രുവിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടർച്ചകൾ വരേണ്ടത് ആവശ്യം, പക്ഷെ വരുത്തുന്നോ കയ്യോ കഷ്ടം. ലൂക്കോസ് 17:1 ഭാഗത്ത് ഇടർച്ചകൾ വരാതിരിക്കാൻ നിവൃത്തിയില്ല, എന്നാൽ ആര് മൂലമോ വരുന്നുവോ അവന് കഷ്ടം. അപ്പോൾ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ നമ്മൾ മുഖാന്തരം എവിടെയെങ്കിലും ഇടർച്ച വന്നിട്ടുണ്ടോ? അതിൻ്റെ കഷ്ടങ്ങളോ കെടുതികളോ നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? അതോ അത് തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഇടർച്ചകൾ വരുന്ന വഴി, ഇടർച്ചകളുടെ മധ്യത്തിൽ പതറാതെ വേല തയ്ക്കുന്ന കർത്താവിൻ്റെ മനോഭാവം, അതിൻ്റെ മധ്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്, വിശ്വാസത്തിൽ വളരുന്നത്, വേല തയ്ക്കുന്നത്, പൂർണ്ണരാകുന്നു എന്നുള്ള പാഠമാണിന്ന് പല വേദഭാഗങ്ങളിലായി ദൈവാത്മാവ് തരുന്ന സന്ദേശം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ സംഭവത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ അതിൻ്റെ ശേഷം കഠിനമായ വാക്കാണെന്ന് പറയും. അപ്പോൾ ഇടർച്ച വരുന്നൊരു സാഹചര്യം പറയുന്നത് ചില കഠിനമായി, ചില കട്ടിയാണ് എന്ന് പറഞ്ഞ് ഇടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞതെല്ലാം എല്ലാവർക്കും ദഹിച്ചില്ല, കട്ടി കൂടിയ വാക്കുകൾ ഉണ്ടായിരുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ കട്ടി കൂടിയ വാക്കുകൾ നമുക്ക് എവിടെ നിന്ന് ആരിൽ നിന്ന് വേണമെങ്കിലും കേൾക്കാൻ സാധ്യതയുണ്ട്, നമുക്കത് സഹിക്കാൻ വല്ലാതെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ഉടനെ ആരെ അറിയിക്കണം? കർത്താവേ, എനിക്കും ഇതങ്ങോട്ട് മനസ്സിലാകുന്നില്ല, ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല, ഇതെന്താ ഇങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ മതി. ആ സാഹചര്യത്തിൽ നമുക്ക് ഇടറാതെ പതറാതെ അതിനെ പ്രയോജനപ്പെടുത്തി അതിനെ സഹിച്ച് വഹിച്ച് വേല തയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കർത്താവ് കാണിച്ച മാതൃകയാണ്. അങ്ങനെ ഇടറിയതിൻ്റെ ശേഷം പിന്നെ കർത്താവിനെ ഒരിക്കലും അനുഗമിക്കാത്ത കുറേ ശിഷ്യരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് എത്രാം വാക്യത്തിലാണ്? 66-ാം വാക്യത്തിൽ. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിരിഞ്ഞുപോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചിട്ടില്ല. ഇത് പുത്രന് മാത്രമല്ല, സ്വർഗത്തിലെ പിതാവിനും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിറക് വിടർത്തി മറിക്കുന്ന കെരൂബ് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എല്ലാ കാര്യം ചെയ്തൊരു കാലമുണ്ട്. ആ ആളിന് ഇടർച്ചയുണ്ടായി. നവരക്തങ്ങളാൽ പൊതിയപ്പെട്ടവനാണ്, തങ്കക്കുടമാണ്, ജ്ഞാനിയാണ്, സുന്ദരനാണ്. എങ്കിലും
തന്നെ ആ പോസ്റ്റിലാക്കിയ ആ ആളുമായിട്ട് ഇടറേണ്ടി വന്നു. ആ പിതാവുമായിട്ട് ഇടറി അകന്ന് ശത്രുവായി. പിന്നെ ഒരിക്കലും അവനെ ആ ഓഫീസിൽ പോയി ദൈവം ഏൽപ്പിച്ച പണി ചെയ്യാനൊത്തിട്ടില്ല. ഈ അപകടം എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാൻ. കാരണം ഇത് വരാതിരിക്കാൻ നിവൃത്തിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ആള് മാറുമെന്നേ ഉള്ളൂ. ഈ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും. പക്ഷെ കർത്താവേ, ഈ പരിപാടി എന്നിൽ നിവൃത്തിയാകണ്ട. ഞാൻ മുഖാന്തരം മാത്രം ഇടർച്ച വരരുത്. പക്ഷെ ഇടർച്ച വന്നുകൊണ്ടേയിരിക്കും, വരുത്തിക്കൊണ്ടേയിരിക്കും. കാരണം പിശാചാണ് ഈ ലോകത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാച് ഭരിക്കുന്ന ലോകത്തിൽ അവൻ മഹാമിടുക്കനാണ് ഈ ഇടർച്ചകൾ വരുത്താൻ. അവൻ മഹാബുദ്ധിമാനാണ്. അവൻ തന്ത്രശാലിയാണ്, സൂത്രശാലിയാണ്, കള്ളനുമാണ്. എന്നാൽ പരമാർത്ഥി ചമഞ്ഞ് വിളിച്ചതൂതിൻ്റെ വേഷം വരെ കിട്ടി എന്തു വേണമെങ്കിലും ചെയ്യാനും അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ പിറന്ന് ജീവിക്കുന്നത് കൊണ്ട് ഇടർച്ചകൾ വരാതിരിക്കുന്നത് സാധ്യമല്ല. പക്ഷേ എൻ്റെ ദൈവമേ, ഞാൻ മുഖാന്തരം ആർക്ക് ഇടർച്ച വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് അതിനുള്ള നീക്കുപോക്ക് തരും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 66-ാം വാക്യത്തിൽ അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിരിഞ്ഞുപോയി, പിന്നെ അവനോട് സഞ്ചരിച്ചില്ല. എന്നാ പിരിയാത്ത ഒരാളുണ്ടായിരുന്നു അവസാനം. ആരാ? യോഹന്നാൻ പിരിഞ്ഞില്ല. ബാക്കിയുള്ളവരൊക്കെ പാർട്ട് ടൈം അവർ ഫുൾ ടൈം പിരിച്ചൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. യൂദാസ് അറിയാത്ത ഫുൾ ടൈം പിരിഞ്ഞങ്ങ് പോയി, കെട്ടിയാന്നറിയാത്ത. ബാക്കി 10 പേരെ പോയേച്ച് പിന്നെ തിരിച്ച് വന്നു. ഒരാൾ പോകാതെ കൂടെ നിന്നു. നമ്മൾ ഏത് കൂട്ടത്തിലായിരിക്കും? അപ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നീക്കുപോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ ആര് പ്രസംഗിച്ചാലും ഇടർച്ച വരാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് ഒത്തിരി അനുഭവം ഉണ്ട്. എല്ലാം ഒത്തിരിയാണ് പണി തുടങ്ങിയിട്ട്. 19 വയസ്സിൽ തുടങ്ങിയതാണ് പ്രസംഗം. 19ാമത്തെ വയസ്സിൽ ഇടവപ്പള്ളി പ്രസംഗിക്കുമായിരുന്നു. ആ വികാരി അച്ഛൻ എല്ലാ കുർബാനയ്ക്കും പ്രസംഗിപ്പിക്കുമായിരുന്നു. മർത്തമറിയ സമാജത്തിൽ പ്രസംഗിപ്പിക്കും. യുവജന സമാജത്തിന് വീടുകളിൽ പോയാൽ അവിടെ എല്ലാം അച്ഛൻ പറയും പ്രസംഗിക്കാൻ. അവിടെ ഇടർച്ച ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തടാകമാസത്തിൽ 4 കൊല്ലം താമസിക്കുമ്പോൾ അവിടെ പലരോട് പ്രസംഗിച്ചിട്ടുണ്ട്. അക്രൈസ്തവരായിരിക്കുന്നവരോട്, തമിഴരോട് പ്രസംഗിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോയിരുന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ജയിലിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെയും ഇടർച്ച വന്നിട്ടുണ്ട്. അതിനുശേഷം 9 മാസം അടുത്ത ദൈവവിളി ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ മൗനമായി മാറി എന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന കാലത്ത് പള്ളിയിൽ പോകുമായിരുന്നു. അന്നേരവും ഇടർച്ച വന്നിട്ടുണ്ട്. അതിനുശേഷം പാലവിള മിഷൻ സെന്ററിൽ പോയി 352 പേര് സ്നാനമേറ്റ് സഭയിൽ ചേർന്ന സുവിശേഷ വേല നടന്നപ്പോൾ അവിടെയും ഇടർച്ച വന്നിട്ടുണ്ട്. ആ ഇടർച്ചകളുടെ മധ്യത്തിൽ അവർ കൈയൊഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങളെ കൊണ്ട് നിന്നെ നോക്കാൻ നിവൃത്തിയില്ല, ഒത്തുപോകാൻ പ്രയാസമാണ്. മയിലപ്രായിൽ റമ്പാച്ചനുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു നോക്ക്, അദ്ദേഹത്തെ നിന്നെ വഹിക്കാൻ ഒക്കുമായിരിക്കും. അങ്ങനെ അവർ തള്ളി. മയിലപ്രായ റമ്പാച്ചന് തപ്പിപ്പിടിച്ചെന്ന് കണ്ട് അവിടെ 10 കൊല്ലം താമസിച്ചപ്പോൾ അവിടെ ഇടർച്ച. എന്നാൽ പിന്നെ മൈസൂറിൽ പോയി. മൈസൂരിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും ആജ്മീറിലും ലക്നോയിലും ഒക്കെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി പരിപാടി ചെയ്യുക. അവിടെ എല്ലാം പ്രസംഗമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു കൂട്ടർ, അതിലിടറുന്ന മറ്റൊരു കൂട്ടർ. അത് കർത്താവിനും എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ എല്ലാ മധ്യത്തിൽ ഇവിടെയും എത്തിച്ചേർന്നു. ഇവിടെയും ഇടറിയവരുണ്ട്, കൂടെ കൂടിയിട്ട് ഇടറിയവരുണ്ട്. ഇവിടുത്തെ സംഭവങ്ങളിൽ യോജിക്കാനൊക്കാത്തവരുണ്ട്, യോജിക്കുന്നവരുണ്ട്, വരുന്നവരുണ്ട്. ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഇടർച്ചകൾ വരാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ വരുത്തുന്നവർക്ക് വിഷം. കർത്താവെ, ഞാൻ മുഖാന്തരം ആർക്ക് ഇടർച്ച വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. എങ്ങനെയാണ് ഇടർച്ചകൾ വരാതെ സൂക്ഷിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസിന് ഇടർച്ചകൾ, പൗലോസിന്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ബർന്നബാസുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു മർക്കോസ് പിരിഞ്ഞു പോകേണ്ടി വന്നു. പിന്നെ ജയിലിൽ കിടന്ന സമയത്താണ് മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത്. പൗലോസിനും ആ അനുഭവം ഉണ്ടായി.
പൗലോസ് ഈ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് 2 കൊരിന്ത്യർ 12-13 അധ്യായങ്ങൾ വായിക്കാൻ തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ ഇടർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളെയും നേരത്തെ അറിഞ്ഞുകൊണ്ട് ആ ഇടർച്ചകൾ ഇടറിപ്പോകാതെ പതറിപ്പോകാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ യോഹന്നാനെയും വിശുദ്ധന്മാരെയും എല്ലാം നമ്മൾ പഠിച്ച് അവരിൽ നിന്ന് ആ പാഠങ്ങൾ പഠിക്കണമെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വയം പരിശോധിക്കണം എന്നാണ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ, വിശുദ്ധ ബൈബിളിൽ അതിൻ്റെ എഡിറ്റർ കൊടുത്തിരിക്കുന്ന ഒരു തലവാചകം. സ്വയം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് 13 അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ സ്വയപരിശോധന എന്നും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ സങ്കേത ഭവനത്തിൽ വരുന്നവർക്കെല്ലാം സ്വയപരിശോധന നടത്താൻ ഒരു പുസ്തകം തന്നെ ഉണ്ടാക്കിയിരിക്കുക. അതിൻ്റെ പേരെന്നാ? സ്വയപരിശോധന വിവേചന സഹായി. അത് 32 ചോദ്യം അതിനകത്ത്. പക്ഷേ ആയിരക്കണക്കിന് ചോദ്യം വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. നമുക്ക് ബാക്കി വേണമെങ്കിൽ നോക്കി. വെബ്സൈറ്റിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ കിടപ്പുണ്ട്. ഇത് അനേകർ പരിശോധിക്കുന്നുണ്ട്. സ്വയപരിശോധന നടത്തി ഇടർച്ചകൾ ഒഴിവാക്കാനും ഇടർച്ച വരാതിരിക്കാനും വന്നാൽ അതിനെ ജയിക്കുവാനുമുള്ള വഴികൾ ആരാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈ വരവും പോക്കും ആർക്കെല്ലാം ഇടർച്ച വരുത്തുന്നുണ്ട്, ആർക്കെല്ലാം ഇടർച്ച വരുത്തുന്നുണ്ടോ, ഈ ഒരു പരിശോധന എന്നും ഉണ്ടാകുന്നത് നല്ലതാണ്. പൗലൂസിന് കൊരിന്ത്യ സഭയുമായ ഇടർച്ചകൾ വന്നിട്ടുണ്ട്. കൊരിന്ത്യ സഭ സ്ഥാപിച്ചയാളാണെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ സഭയുടെ സ്ഥാപകൻ, ആത്മീയ പിതാവ് എന്ന നിലയിൽ ഒത്തിരി ത്യാഗം സഹിച്ച് രാവും പോലും കഷ്ടപ്പെട്ട് വേല ചെയ്ത് കണ്ണുനീർ വാർത്ത് വചനം കൊടുത്താണ് ആ സഭയുണ്ടായത്. പക്ഷേ അവിടെയും പലരുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ വേദഭാഗം പറയുന്നത്. ഇത് 3-ാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. 2-3 സാക്ഷികളുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞിരുന്നത് പോലെ ഞാനിപ്പോൾ ദൂരത്തു നിന്നുകൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു, യേശുക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിൽ നിങ്ങൾ തെളിവ് അന്വേഷിക്കുന്നതല്ലോ. ഇപ്പോൾ പൗലോസ്ലിഹായുടെ പ്രസംഗം കുറേ നാൾ കഴിഞ്ഞപ്പോൾ പലർക്കും മുഷിച്ചിലായി. ഇതെന്നാ പ്രസംഗമാണ്? ദൈവാത്മാവിലാണ് പൗലോസ്ലിഹ പ്രസംഗിച്ചെങ്കിലും പലർക്കും വല്ല തെറ്റിദ്ധാരണയോ സംശയമോ അവിശ്വാസമോ ഒക്കെ ഉണ്ടായി. ആ പൗലോസ് ചിലരെ ശാസിക്കേണ്ടി വന്നു. ചിലരുടെ മുഖത്ത് നോക്കി നീ ചെയ്തത് തെറ്റാണെന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇടർച്ചകൾ വരികയാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് ദൈവം തന്നെയാണോ സംസാരിക്കുന്നതെന്ന് സംശയമായി. അതേ പറയുന്നത് ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തെളിവ് അന്വേഷിക്കുന്നു. പഴയ വേദത്തിൽ തുമ്പ് അന്വേഷിക്കുന്നതാണ്. ആണോ? ആ, തുമ്പെന്നും തെളിവെന്നും ഒക്കെ ഓരോ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ബലഹീനനല്ല, നിങ്ങളിടയിൽ ശക്തൻ തന്നെ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങൾ അവനിൽ ബലഹീനരാണെങ്കിലും അവനോടുള്ള ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നു. 5-ാം വാക്യത്തിലാണ് പൗലോസ്ലിഹ പറയുന്നത്, ഈ ഇടർച്ചയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്തും പരിശോധിക്കേണ്ടത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കും. വിശ്വാസം എപ്പം വേണമെങ്കിലും കുറഞ്ഞു പോകാം. വിശ്വാസം കുറയാൻ സാധ്യതയുള്ള ലോക സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ കർത്താവിനോടൊരു പ്രാർത്ഥന പറഞ്ഞ, കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അത് എത്രാം വാക്യമാണ്? ഇന്നത്തെ എത്രാമത്തെ വാക്യത്തില്? വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. വിശുദ്ധ ലൂക്കോസ് 17-ന്റെ 5-ാം വാക്യമാണോ? 5. അപ്പോൾ ലൂക്കോസ് 17-ന്റെ 5-ാം വാക്യത്തിൽ കർത്താവിന്റെ ഈ ഇടർച്ചകളെ കുറിച്ചുള്ളതായ പ്രസംഗം അല്ലെങ്കിൽ ആ ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർക്കങ്ങ് എല്ലാവർക്കും ഞെട്ടലായി. അയ്യോ കർത്താവ്, ഞങ്ങൾക്കെല്ലാം വിശ്വാസം കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വിശ്വാസം ഇപ്പം ഇല്ല. ഏതാ ഇപ്പൊ ഞങ്ങൾ തരിങ്ങി നിൽക്കുക. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് അവർ പ്രാർത്ഥിക്കേണ്ടി വന്നു. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിനും ഭാര്യയുള്ള വിശ്വാസം എപ്പോൾ വേണമെങ്കിലും കുറയാം. മക്കൾക്ക് അപ്പനിലോ മക്കളിലോ വിശ്വാസമുള്ളോ അപ്പുറം വരാം. ഈ അവിശ്വാസ പ്രമേയം ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കുകയും ചെയ്യാം.
അതിൻ്റെ മധ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നുള്ളതാണ്. വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് 17:5 പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചൊല്ലേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാ യാമപ്രാർത്ഥനയുടെയും അവസാനം വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചൊല്ലുക. വിശ്വാസപ്രമാണം ചൊല്ലിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പുതുക്കിയില്ലെങ്കിൽ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് പിശാച് കേസ് കൊടുക്കാനും സാധ്യതയുണ്ട്. അവനറിയാം പിശാചിന് ഈ വിശ്വാസം കുറയ്ക്കാൻ അവന് നല്ല മിടുക്കനാണ്. അവന് വിശ്വാസമില്ല, മറ്റുള്ളവരുടെ വിശ്വാസം കളയാൻ മിടുക്കനാണ്. നോക്കിയിരിക്കുക ആരാ പ്രാർത്ഥിക്കുന്നത്, എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്തൊക്കെ പ്രാർത്ഥിച്ചു, എന്തൊക്കെ പ്രസംഗിച്ചു, എന്തൊക്കെ ചെയ്തില്ല, ഇതെല്ലാം നോക്കി കണ്ടു വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവേ എനിക്ക് ഇന്നലത്തെ വിശ്വാസം കുറയരുത്, അത് ശകലം കൂടെ എനിക്കുണ്ട് എന്ന് തെളിയിക്കുന്നില്ല എങ്കിൽ പിശാച് അതുകൊണ്ട് കേസിന് പോകും. വിശ്വാസം കുറഞ്ഞിരിക്കുന്നെങ്കിൽ ഇപ്പം അവൻ എൻ്റെ പക്ഷത്താണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്, എൻ്റെ പക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്ത് പരിഹസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത, പ്രതികരണങ്ങളെല്ലാം പിശാച് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ മറക്കരുത്, വിശ്വാസപ്രമാണം ചൊല്ലാൻ മറക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവ് എനിക്ക് ഇന്നും വിശ്വാസമുണ്ട്, ഇന്നലത്തേക്കാൾ ഇന്ന് വിശ്വാസം കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം കൂടണമെങ്കിൽ വെളിപ്പാടും കൂടെ വേണം. ബുദ്ധി കൊണ്ട് മാത്രം വിശ്വാസം ഉണ്ടാകുകയില്ല. നമ്മുടെ ബുദ്ധിക്ക് ഒത്തിരി പരിമിതിയുണ്ട്. ബുദ്ധി പിശാചിൻ്റെയും കൂടിയാണ്. നമ്മുടെ ബുദ്ധിക്കകത്ത് ആരും കൂടി ഉണ്ട്, പിശാചും കൂടി ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന് പറയും. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും എന്തൊക്കെ തോന്നിയാലും എനിക്കിങ്ങനെ തോന്നുന്നത് പക്ഷേ ശരിയാകണമെന്നില്ല. കർത്താവ് നീ അറിയുന്നു, ഞാൻ അതിനകത്തോടാൻ പോകുന്നു. അപ്പോൾ നമുക്ക് തെളിവില്ലാത്ത കാര്യങ്ങളോ ഉറപ്പില്ലാത്ത കാര്യങ്ങളോ മിണ്ടാനും പോകണ്ട. സംശയമുള്ള രോഗം കാര്യം വരാം, സംശയമുള്ള നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ വരാം, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും കാലത്ത് തുടങ്ങിയ കാര്യം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പല സഭകളുണ്ടായി, അല്ലേ? എന്തെല്ലാം സഭകളാണ്, ഓരോ സഭകളിൽ തന്നെ എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, ഏതെല്ലാം ഗ്രൂപ്പുകളാണ്. ഇത് എല്ലാ തലമുറയിലും എല്ലാ ഇടങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം തുടരാൻ നിവൃത്തിയില്ലാതെ പിരിയാണെന്ന് പറയുന്നവരുണ്ട്. ഏതാ പറയും, ചിലപ്പോൾ അങ്ങ് പിരിയും, ചിലപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞായിരിക്കും അറിയുന്നത്. ഇങ്ങനെ പല വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും സ്വയം പരിശോധിക്കുകയും നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന വരിയിൽ യേശുക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തോറ്റിരിക്കുന്നു. ഇപ്പോൾ പരീക്ഷിക്കുവാൻ പിശാച് മിടുക്കനാണ്. നമ്മളെ ദൈവത്തിൻ്റെ അനുവാദത്തോടെ പരീക്ഷിക്കും. പരീക്ഷയിൽ തോറ്റുപോയാൽ കൊള്ളരുതാത്തവരായി തീരും. പരീക്ഷയിൽ ജയിച്ചാൽ കൊള്ളാവുന്നവരാകുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് യാക്കോബ് 1 എത്രാം വാക്യം നോക്കി? യാക്കോബ് 1:12. അപ്പോൾ എന്തിനായി പരീക്ഷ വെച്ചിരിക്കുന്നത്? കൊള്ളാവുന്നവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇടർച്ചകൾ വരേണ്ടത് ആവശ്യമാണെന്ന് പറയാൻ കാരണം പിശാച് ഈ ലോകത്തിൽ അവനെ കത്തിക്കാനിട്ടിരിക്കുക. കത്തിക്കുന്നതിന് മുമ്പ് അവൻ പറയും, എനിക്ക് ഇവരെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം, എന്നെ അതിനും കത്തിക്കാൻ പോവുക, ഇവരെയും കൂടെ കത്തിക്കാൻ ഒക്കുമെന്ന് എനിക്കൊന്ന് നോക്കണം. അതാ നോക്കാൻ പറയും. അതാണ്. അപ്പോൾ പരീക്ഷകൾ വരുന്നത് നമ്മളെ പരാജയപ്പെടുത്താനല്ല, ജയിപ്പിച്ച് കർത്താവിൻ്റെ കൂടെ ഇരുത്താനാണ് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ജയിച്ചതുപോലെ നമുക്കും ജയിക്കാം, കർത്താവ് മുഖാന്തരം നമുക്ക് ജയിക്കാം എന്നുള്ളത് പ്രത്യാശയ്ക്ക് വന്നിരട്ടെ. ഞങ്ങൾ പരീക്ഷയിൽ തോറ്റിട്ടില്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ ധൈര്യം നമുക്കുണ്ടോ? പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ചൊല്ലുന്നു. ജപമാല ചൊല്ലുന്നവർ എത്ര പ്രാവശ്യം സ്വർഗസ്വനായ പിതാവേ ചൊല്ലുന്നു? ഇല്ലേ? എന്തിനാ? പരീക്ഷ വല്ലേ, പരീക്ഷയിലേക്ക് പ്രവേശിപ്പിച്ച് ഞാൻ തോറ്റു പോകും. അതുകൊണ്ട് എനിക്ക് പരീക്ഷയിലോട്ട് കയറുകയേ വേണ്ട, എന്നെ പരീക്ഷ സാഹചര്യത്തിൽ നിന്ന് മാറ്റിവിട്ടാല്. കർത്താവിന് മാത്രമേ പരീക്ഷയിൽ കയറിയാൽ ജയിക്കാൻ കഴിവുള്ളൂ. കർത്താവ് മാത്രമേ പരീക്ഷിക്കപ്പെട്ട് ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പരീക്ഷാ കോളിൽ കയറാതിരിക്കുന്നതാണ് ഈ പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള നല്ല മാർഗം. സ്കൂളിൽ അങ്ങനെ ആയാൽ അത് മതി തോക്കാൻ. പരീക്ഷയ്ക്ക് കയറാതിരുന്നാൽ മതി, തോറ്റിരിക്കും. എന്നാൽ ആത്മീയ പരീക്ഷയിൽ കയറാതിരിക്കുന്ന നല്ലത്. ജയിച്ചവൻ്റെ അകത്ത് കയറിയുന്ന ഗ്രേസ് മാർക്ക് ഇട്ട് നമ്മൾ ജയിപ്പിക്കും. ജയിച്ചവനാ യേശുവിനുള്ളിൽ കയറിയിരുന്ന് മറിഞ്ഞിരിക്കാൻ പഠിച്ചാൽ മതി. ഒന്നിലും തലയിടാൻ പോകണ്ട. കർത്താവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ,
നിന്റെ ഹിതം നടക്കട്ടെ, എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് റിയലൈസാൻ പറഞ്ഞുകൊണ്ട് നടക്കാമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കൈക്കീഴിലിരിക്കാൻ സാധിക്കും. ഈ 2 കൊരിന്ത്യർ 13 അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അത് സമാഹരിക്കുന്നുണ്ട്. അവസാനമായി എത്രാം വാക്യത്തിലാ? 11-ാം വാക്യത്തിൽ അവസാനമായി സഹോദരന്മാരെ സന്തോഷിക്കും. അതെപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. സന്തോഷം എപ്പോൾ കുറയുന്നോ അപ്പോൾ വിചാരിച്ചോണ്ട് ആര് കൂടെ ഉണ്ട്? പരീക്ഷകൻ അടുത്ത് കൂടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എപ്പോഴും എന്നും കർത്താവിൽ സന്തോഷിക്കണം എന്നാ പറയുന്നത്. അത് ഫിലിപ്പിയർ 4 എഴുതിയിരിക്കുന്നത്. സന്തോഷിക്കുന്നത് കർത്താവിലായിരിക്കണം. എത്രാം വാക്യത്തില്ല? 4 ഫിലിപ്പിയർ 4:4 പറയുന്നത് എപ്പോഴും കർത്താവിൽ സന്തോഷിച്ചോണോ. കർത്താവിൽ സന്തോഷം കുറഞ്ഞു പോയാൽ ശക്തിയും കുറയും. കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ബലമാണെന്നൊരു വാക്യം. അതെവിടെയാ? നെഹമ്യയുടെ എത്രാം അധ്യായത്തിലാ? ദൈവത്തിലുള്ളതായ കർത്താവിലുള്ളതായ സന്തോഷം ബലമാണോ? അപ്പോൾ നമുക്ക് ബലം കുറയുമ്പോൾ എന്നാ വിചാരിക്കണം? സന്തോഷം കുറഞ്ഞു എന്നാ. ഉടനെ സന്തോഷം സന്തോഷിച്ചോണം. എത്രാം വാക്യത്തിലാ? നെഹമ്യാവിന്റെ പുസ്തകം എത്രാം അധ്യായത്തിലാണ്? യഹോവയിലുള്ള സന്തോഷമാണ് ഞങ്ങളുടെ ബലം. ആ യഹോവയിലുള്ള ബലം ഉണ്ടാകുന്നതിന് മുമ്പ് അവർ വചനം കേട്ട് കരഞ്ഞൊന്നുമുണ്ട്. കരഞ്ഞതിന് ശേഷമുള്ള സന്തോഷത്തിന് നല്ല രസമായിരിക്കും. മനസ്സിലായോ? എത്രയാ? 8:10 വായിച്ചു തന്നാട്ട്. ഒന്നുറക്കെ പറഞ്ഞു തന്നാട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാമെന്ന് പറയാം. നെഹമ്യ 8 അത് പറഞ്ഞു തന്നാട്ട്. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിലെ സന്തോഷം ബലമാവുന്നു. അപ്പൊ എപ്പോഴവർ ദുഃഖിച്ചെന്നറിയാവോ? വേദപുസ്തകം ശരിക്ക് എസ്രായും നെഹമ്യായും കൊണ്ട് വായിച്ചു കേൾപ്പിച്ചു. കേട്ടവരെല്ലാം കരഞ്ഞു. വേദപുസ്തകം ശരിക്കൊന്ന് വായിച്ചാൽ കരയാൻ ദൈവത്തിന്റെ കൃപ കിട്ടും. ആ കരച്ചിലിന് ശേഷമാണ് സന്തോഷം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് വേദപുസ്തക വായന ആത്മാവിൽ പ്രാർത്ഥിച്ച് ചെയ്യണം. വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, ഈ വേദവചനം എനിക്ക് എൻ്റെ കുറ്റബോധം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വെച്ച് എനിക്കൊന്ന് കരയാൻ സാധിക്കണം. എന്നിട്ട് എനിക്കൊന്ന് സന്തോഷിക്കാൻ സാധിക്കും. അപ്പോൾ പള്ളി വരുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യും. ദൈവമേ, ഇത് എൻ്റെ അനുതാപത്തിന് സഹായകരമായിട്ട് എനിക്ക് കർത്താവ് സന്തോഷിക്കാൻ ഉള്ള വക ഇതിനകത്ത് നിന്ന് കിട്ടണം. അതുകൊണ്ടാണ് വേദപുസ്തകം വായിക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും തുറന്ന് എല്ലാവരും നോക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞതിന് കാര്യം ഇതാണ്. അങ്ങനെ ഒരു കൃപ ഇതിനകത്തുണ്ട്. വേദപുസ്തകം ശരിക്ക് വായിക്കുകയാണെങ്കിൽ, അത് ആത്മാവിൽ, കൃപയിൽ, ദൈവാത്മാവിൽ വായിക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് കരച്ചിലുണ്ടാകും. ആ കരച്ചിൽ ആത്മസന്തോഷമായി മാറും. ആ ആത്മസന്തോഷം ബലമാണ്. തിന്മയെ തോൽപ്പിക്കാനുള്ള ബലമായി തീരും. ഈ ലാഭോടെ നമുക്ക് കർത്താവിൽ എന്നും സന്തോഷിക്കാനുള്ള കൃപ തരണമേ. കർത്താവിനോടുള്ളതായ സന്തോഷവും ബലവും തകർക്കുന്ന സകലവും എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങാം. സഹോദരന്മാരെ, സന്തോഷിക്കുകയും പൂർണ്ണരാകുകയും. അപ്പോൾ അപൂർണതകളാണ് ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. എന്നും പൂർണ്ണരാകുവാൻ വചനപ്രകാരം ദൈവാത്മാവ്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മളെ ചെക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. വണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കാര്യശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു ഡ്രൈവർ വണ്ടിയുടെ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പരിശോധിച്ചിട്ടേ വണ്ടിയെ ഓടിക്കുകയുള്ളൂ. വണ്ടി ഓടുന്നതിനിടയിലും പരിശോധന തുറന്നുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും കേടുണ്ടോ, എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ, എവിടെയെങ്കിലും ഏതെങ്കിലും വിട്ടിരിക്കുകയാണോ, ഏതെങ്കിലും പറഞ്ഞിരിക്കുകയാണോ, ഇതൊക്കെ പരിശോധിക്കും. അപ്പോൾ നമ്മുടെ ഓരോ ജീവിതയാത്രയ്ക്കിടയിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെയുള്ള പ്രാർത്ഥന ഇതിനും കൂടിയാണ്. എൻ്റെ ജീവവണ്ടിക്ക് കേടുവല്ലതും ഉണ്ടോ, അപകടത്തിൽ പെടുവോ, എന്തെങ്കിലും ഞാൻ തിരുത്താനുണ്ടോ, എന്തെങ്കിലും ശരിയാക്കാനുണ്ടോ, എന്തെങ്കിലും നന്നാക്കാനുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം. പൂർണ്ണരാകുകയും ആശ്വസിച്ചു കൊള്ളുകയും. അപ്പോൾ ആശ്വാസം പരിശുദ്ധാത്മാവ് തരുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൂടെ ആരുണ്ടെന്നാണ്? ശത്രു ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് അകലുകയും പിശാച് നമ്മളോട് അടുക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ കള്ളച്ചരക്കൊക്കെ ചിലവഴിക്കാൻ വേണ്ടി നമുക്കൊരു ക്ഷാമം വരുത്തുക, ഒരു മടുപ്പ് വരുത്തും. ഞാൻ ഇന്നത് തരാം,
അതുകൊണ്ട് നിന്റെ ഈ ക്ഷീണം മാറ്റാമെന്ന് പറയും. അപ്പോൾ കർത്താവിലേക്കാണ് പോകേണ്ടത്. പിശാചിൻ്റെ കള്ളച്ചരക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ കേസ് വരും. പിശാചിൽ രസിച്ചാൽ നമ്മുടെ ശക്തി പിശാചിനും കിട്ടും, പിശാചിൻ്റെ ശക്തി നമുക്കും കിട്ടും. കേസാണ്. ഇതിനെ വേർപിരിക്കാൻ വലിയ വിഷമമാണ്. അതുകൊണ്ട് വളരെ വർഷങ്ങൾ നമ്മൾ മെനക്കെടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ജാഗ്രത നമുക്ക് വേണം. നമ്മൾ കർത്താവ് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസം മാത്രം എനിക്ക് മതി, വേറെ ആരുടെയും ആശ്വാസം എനിക്ക് വേണ്ട. പിശാച് പറയുന്നത് അങ്ങനെ ചെയ്താൽ, ഇത് ചെയ്താൽ, ആളിനോട് ബന്ധപ്പെട്ടാൽ, ആളെ നോക്കിയാൽ, ഇതിലേ പോയാൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളെ പറഞ്ഞ് കളിപ്പിക്കുക. അപ്പോൾ ആശ്വാസപ്രദ